ചേകാടി കട്ടക്കണ്ടി കോളനിയിലെ ബിന്ദുവിനും മകൾക്കും 8 വർഷം മുമ്പാണ് പഞ്ചായത്ത് വീട് വെച്ച് നൽകിയത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിഥികളായി ചിതലുകളും എത്തി. ഇവർ പിന്നീട് തിരിച്ചു പോയതേയില്ല. സിമന്റ് തറയിൽ വളർന്ന ചിതൽപുറ്റുകൾ ആദ്യമൊക്കെ തട്ടിക്കളഞ്ഞു. പക്ഷെ വൈകാതെ വീട് മുഴുവൻ ചിതൽപുറ്റുകളാൽ നിറഞ്ഞു. ഒഴിവാക്കാൻ പല മാർഗങ്ങളും പരീക്ഷിച്ചു. ഒടുവിൽ വീട് ചിതലുകൾക്ക് വിട്ടുകൊടുത്ത് അമ്മയും മകളും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് മാറി. ഇത് ചെറുങ്ങനെ ഫസ്റ്റ് തന്നെ എൻ്റെ ഇത് ഉണ്ടായിരുന്നു വീട് പണിയെടുക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നറിയാം പുറ്റു വന്ന് വിചാരിച്ചു കുറേ. പിന്നെ നോക്കുമ്പോൾ ഇത് പിന്നെയും പൊന്തി വരിക. പിന്നെ നോക്കുമ്പോൾ ഈ ശരീരത്തിലേക്ക് എൻ്റെ അവിടുത്തെ നമ്മുടെ ഭാര്യൻ്റെ അനിയത്തിൻ്റെ ശരീരത്തിലേക്ക് ഇത് പിടിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ദൈവം തുള്ളുന്നില്ലേ, അതേപോലെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ അവിടെ ആരും താമസമില്ല. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ഇറച്ചിത്തിനാണെന്ന് പുറത്ത് പോയി കഴിക്കുക. വീട്ടിലൊന്നും കഴിക്കാൻ പറ്റില്ല. കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കാര്യം അവൻ്റെ കാര്യം പോകാം. അങ്ങനെ ഒരാൾ വന്ന് അറിയാണ്ട് കാൽ കൊണ്ട് ചെരുപ്പ് കൊണ്ട് തട്ടിപ്പോയി. ഒരു മാസം എൻ്റെ കിടപ്പിൽ എൻ്റെ പിന്നെ വന്നിട്ട് ഇവിടെ മാപ്പ് പറഞ്ഞു. ഇവിടെ വന്നിട്ട് അവരെ ഇതിൽ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അന്നേരം അവരെ ഒന്ന് മാറി. അങ്ങനെ ഉണ്ടായിരുന്നു. വീട്ടിൽ ചിതൽപുറ്റുകൾ വളരുന്നത് ദൈവ സാന്നിധ്യം ഉള്ളതിനാലാണെന്ന വിശ്വാസത്തിലാണ് കോളനി നിവാസികൾ. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ പൂജകളും നടക്കുന്നുണ്ട്. ബിന്ദുവും മകളും ഇപ്പോൾ താമസിക്കുന്ന മാരയുടെ വീട് തകർച്ചയുടെ വക്കിലാണ്. തങ്ങൾക്ക് പഞ്ചായത്ത് പുതിയ വീട് നിർമ്മിച്ചു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, വയനാട്.